അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അങ്ങനെ രാത്രി ഭക്ഷണം കഴിക്കാനായി സൈനുവിനെയും അവൻ്റെ ഉപ്പാനെയും അവൻ്റെ ഉമ്മ വിളിച്ചു. എന്നാൽ രണ്ടുപേരും ഭക്ഷണം കഴിക്കാൻ വരി, ഞാൻ എല്ലാം വിളമ്പി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ 3 പേരും ഭക്ഷണം കഴിക്കാനായി ഇരുന്നു. കഴിച്ചിങ്ങനെ തുടങ്ങിയപ്പോൾ സൈനു 2 പേരോടായിട്ട് പറഞ്ഞു, ഉമ്മ, ഉപ്പ, നിങ്ങളോട് ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്. ഇത് കേട്ടതും സൈനുവിൻ്റെ ഉമ്മ ചോദിച്ചു, എന്താ മോനെ, എന്താണ് കാര്യം എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, മറ്റൊന്നുമല്ല, ഉമ്മ ഇങ്ങനെ വെച്ച് വിളമ്പി കഷ്ടപ്പെടാൻ തുടങ്ങിയിട്ട് കുറേയായില്ലേ, ഇനി ഉമ്മാക്കൊന്ന് റെസ്റ്റ് എടുക്കാൻ സമയമായി. ഉമ്മാക്കൊരു കൂട്ടൊക്കെ വേണ്ടേ എന്ന് ചോദിച്ചു. ഇത് കേട്ടതും അവൻ്റെ ഉമ്മാൻ്റെ മുഖത്ത് ഒരു ചിരി വിരിഞ്ഞു. അവരിങ്ങനെ പതിയെ ഭർത്താവിനെ തോണ്ടിക്കൊണ്ട് ഇങ്ങനെ അവനെ നോക്കി ഇങ്ങനെ ആംഗ്യം കാണിച്ചു. എന്താണ് അവൻ പറയാൻ പോകുന്നത് എന്ന് മനസ്സിലായ ഭാവത്തിൽ അവൻ്റെ ഉപ്പയും ഇങ്ങനെ ചിരിച്ചു. എങ്കിലും അവനെ ഒന്ന് കളിപ്പിക്കാൻ വേണ്ടി അവൻ്റെ ഉമ്മ ചോദിച്ചു, എനിക്കൊരു കൂട്ടോ? എന്തിന്? എനിക്കിപ്പോൾ പണിയെടുക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. എനിക്ക് നിങ്ങൾക്ക് 2 പേർക്കല്ലേ, എനിക്കിപ്പോൾ നിങ്ങൾക്ക് വെച്ച് വിളമ്പി തരുന്നതും ഒന്നും ഇത്ര വലിയ കാര്യമല്ല. പിന്നെ ഇവിടെ അടിക്കാനും തുടക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കുമെല്ലാം ആളുമുണ്ടല്ലോ. പിന്നെ എന്താ, എനിക്കിത് അതിത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. എന്താ മോനെ നീ പറയുന്നത് എന്നെല്ലാം ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, അല്ല ഉമ്മ, നിങ്ങളിങ്ങനെ ഒറ്റയ്ക്ക് കടന്ന് കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ എനിക്ക് സങ്കടം. ഇനി ഇങ്ങനെ നിങ്ങളെ കഷ്ടപ്പെടാൻ വിട്ടാൽ ശരിയാവില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു കൂട്ട് വേണം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, എന്നാ നീ അടുക്കളപ്പണിക്ക് വെച്ചുണ്ടാക്കാൻ വേണ്ടി ഒരാളെയും കൂടി നിർത്തിക്കളാ. എന്തായാലും ഇപ്പോൾ നിൻ്റെയും കയ്യിൽ അത്യാവശ്യം പൈസ എല്ലാം ഉണ്ടല്ലോ. ഉമ്മാക്കും ഉപ്പാക്കും കാര്യമെല്ലാം മനസ്സിലായിട്ടുണ്ട്. എന്നിട്ടും എവിടെയും തൊടാതെയുള്ള ഈ മറുപടി കേട്ടപ്പോൾ സൈനുവിന് ദേഷ്യം വന്നു. അവരും തന്നെ സൈനുവിനെ ഒന്ന് ചുറ്റിച്ച ശേഷം കാര്യം അവനെ കൊണ്ട് തന്നെ പറയിപ്പിക്കാനായിരുന്നു. കാരണം ഒരുപാട് ദിവസമായി ഉമ്മ ഇങ്ങനെ പറയുന്നു, എടാ മോനെ, എനിക്ക് ഇവിടെ ഒറ്റയ്ക്ക് മടുത്തു. ജോലിയെല്ലാം ഞാൻ ഒറ്റയ്ക്ക് ചെയ്യും, അതൊന്നും എനിക്ക് കുഴപ്പമില്ല. അടിക്കാനും തുടക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കും എല്ലാം ആൾ വരുന്നുണ്ടല്ലോ. പിന്നെ തുണികൾ അലക്കുന്നത് വാഷിംഗ് മെഷീനിൽ. അതുപോലെ തന്നെ പെട്ടെന്ന് ജോലികളെല്ലാം തീർന്നാൽ ഉപ്പയും മോനും പുറത്ത് പോയാൽ അവർ അവിടെ ഒറ്റക്കാണ്. ഒന്നും വേണ്ടി പറയാൻ പെട്ടെന്ന് തന്നെ അവൻ്റെ കല്യാണം നോക്കാൻ അവരിങ്ങനെ നിർബന്ധിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ സൈനു ഒരു അലസൻ മട്ടിൽ നോക്കാം എന്ന് പറഞ്ഞങ്ങനെ പോവുകയായിരുന്നു. ആമിയെ കണ്ടതിന് ശേഷമാണ് അവൻ വിവാഹത്തെക്കുറിച്ച് തന്നെ ചിന്തിച്ചത്. എന്നാലും വീട്ടിൽ സംസാരിക്കുകയോ അതിന് ഒരു സീരിയസ് ആയിട്ട് മുൻകൈ എടുക്കുകയോ അവൻ ചെയ്തിരുന്നില്ല. എന്നാൽ ആമിയുടെ വീട്ടിലെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ, അവളുടെ പ്രശ്നങ്ങൾ, അതുകൊണ്ടാണ് ഇനി വൈകിപ്പിക്കേണ്ട എന്ന് വിചാരിച്ച് അവൻ വീട്ടിൽ കാര്യം അവതരിപ്പിക്കുക എന്ന് കരുതിയത്. അവൻ എന്നാൽ ഞാൻ ഇനി നിങ്ങളോടൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞ് ഭക്ഷണം നിർത്തി എഴുന്നേറ്റ് പോകാൻ നിന്നു. അവനെ സ്നേഹപൂർവ്വം ഉപ്പ അവിടെ പിടിച്ചിരുത്തി. എന്നിട്ട് പറഞ്ഞു, എൻ്റെ മോൻ പറയൂ, അവൾ നിന്നെ വെറുതെ കളിയാക്കിയതാടാ, എന്താണെന്ന് വെച്ചാൽ പറയുമെന്നെല്ലാം പറഞ്ഞു. അപ്പോൾ സൈൻ പറഞ്ഞു, ഉമ്മ, ഉപ്പ, നമ്മുടെ ഓഫീസിലെ അമാനയില്ലേ, അവളെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചിരുന്നല്ലോ നിങ്ങളോട് മുൻപ്, നല്ല കുട്ടിയാണ് എന്നൊക്കെ. അപ്പോൾ ഉമ്മ പറഞ്ഞു, അത് നമുക്കെല്ലാം ബോധ്യപ്പെട്ടത് തന്നെയല്ലടാ. നമ്മുടെ തക്കുടുമോനെ അവളല്ലേ രക്ഷിച്ചത് വെള്ളത്തിൽ നിന്ന്, അതുകൊണ്ടല്ലേ അവൾക്ക് നീ ജോലി കൊടുത്തത്. അന്നു മുതൽ അവളുടെ വീട്ടിലെയും വിശേഷങ്ങളെല്ലാം നീ ഇവിടെ പറയുന്നതല്ലേ. എന്താ മോനെ, എന്നിട്ട് അവളെക്കുറിച്ച് ഇനി പുതിയ കാര്യം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ സൈന് പറഞ്ഞു, ഉമ്മാക്ക് കൂട്ടിന് ഏറ്റവും നല്ലത് അവളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പണവും പ്രതാവുമല്ലല്ലോ വലുത്, മനുഷ്യനെ സ്നേഹിക്കാനുള്ള കഴിവല്ലേ അവൾക്കത് വേണ്ടോളമുണ്ട്. അതുകൊണ്ട് ഉമ്മാനെ പൊന്നുപോലെ നോക്കാൻ ഈ വീട്ടിലേക്ക് ഏറ്റവും ഉത്തമം അവളാണ് എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെ നാളെ നമുക്ക്
അവളെ ഒന്ന് പോയി കണ്ടാലോ, എന്താണ് ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും അഭിപ്രായം എന്ന് ചോദിച്ചു. അവർ രണ്ടുപേരും പറഞ്ഞു, മോനെ, നിനക്കിഷ്ടമായാൽ പിന്നെ എന്താ, മറ്റൊന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ അവളെ 3-4 വർഷമായിട്ട് എൻ്റെ മോനെ അറിയാവുന്നതാണല്ലോ. അതുകൊണ്ട് ഇനി കൂടുതൽ വേറെ ഒന്നും അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല. ആയിക്കോട്ടെ, മോൻ അവരെ വിളിച്ച് അറിയിച്ചോ, നാളെ നമുക്ക് കാണാൻ ചെല്ലാമെന്ന് അവൻ പറഞ്ഞു. അവളുടെ ഉപ്പാനെയും ഉമ്മാനെയും എല്ലാം ഞാൻ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. അവളിപ്പോൾ ഉമ്മാൻ്റെ വീട്ടിലാണ്. കാരണം ഉപ്പാൻ്റെ സ്നേഹം കിട്ടാൻ കൊതിച്ച് നടക്കുന്ന പെൺകുട്ടിയാണ് അവൾ. പക്ഷേ അവൾക്ക് അവളുടെ ഉപ്പാൻ്റെ സ്നേഹം പോയിട്ട് ഒരു നോട്ടം കൊണ്ടുള്ള പരിഗണന പോലും കിട്ടാറില്ല. അയാൾ എപ്പോഴും അവളെ ദ്രോഹിച്ചു കൊണ്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവളുടെ ഉമ്മ ആ ഒരു ഉപ്പാൻ്റെ പെരുമാറ്റം കണ്ടിട്ട് അവളുടെ വല്യമ്മാൻ്റെയും വല്യപ്പാൻ്റെയും കൂടെ ചെന്ന് നിൽക്കാനാണ് പറഞ്ഞത്. പിന്നെ അവരും അവിടെ ഒറ്റക്കാണ്. പ്രായമായ വല്യമ്മയും വല്യപ്പയും അവർക്കൊരു കൂട്ടാവുമല്ലോ എന്ന് കരുതിയിട്ട് അവളിപ്പോൾ അവിടെയാണ്. അതുകൊണ്ട് നമുക്ക് അവിടെ പോയി കാണാം എന്ന് പറഞ്ഞു. യാഥാർത്ഥ്യമൊന്നും സൈനുവിന് പറയാൻ കഴിഞ്ഞിരുന്നില്ല. അവളുടെ അളിയൻ ഇത്തരത്തിലുള്ളതാണെന്നും അയാളുടെ ഭാഗത്ത് നിന്ന് മോശമായ പെരുമാറ്റമുണ്ടായത് കൊണ്ടാണെന്നും താൻ അയാളെ പോയി കൈകാര്യം ചെയ്ത കാര്യമൊന്നും അവരോട് പറയാൻ അവന് തോന്നിയില്ല. എന്തിനാണ് ഉമ്മാനെയും ഉപ്പാനെയും കൂടി വിഷമിപ്പിക്കുന്നത് എന്നെല്ലാം വിചാരിച്ചു. എന്നാൽ മോൻ അവർക്ക് വിളിച്ച് പറഞ്ഞു, നാളെ തന്നെ നമ്മൾ വരുന്നുണ്ടെന്ന്, അങ്ങനെ ചെയ്യാമെന്നെല്ലാം പറഞ്ഞു. അങ്ങനെ ഫോൺ കട്ട് ചെയ്ത ശേഷം സൈനു ആമിയെ വിളിച്ചു. മോളെ, ഒരു സന്തോഷ വാർത്തയുണ്ട്. അപ്പോൾ ഉമ്മാനോടും ഉപ്പാനോടും ഞാൻ വിവരങ്ങളെല്ലാം പറഞ്ഞു. നാളെ അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. നീ നാളെ ഓഫീസിൽ വരേണ്ട. ഞാനും ഉച്ചയ്ക്ക് ശേഷം അവധിയെടുത്ത് ഓഫീസിൽ നിന്ന് ഇറങ്ങാം. അതിനുശേഷം ഞങ്ങൾ ഏകദേശം ഒരു അസർ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം അങ്ങോട്ട് വരും എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ ആമി പറഞ്ഞു, ആയിക്കോട്ടെ സൈനുക്ക, എന്നാൽ ഞാൻ ഇവിടെ വിവരം പറയാം. എന്തായാലും ഉമ്മാനോട് കൂടി ഒന്ന് വരാൻ പറയണം. ഇങ്ങനെയൊരു കാര്യം നടക്കുമ്പോൾ ഉമ്മാനെയും ഇവിടെ കൊണ്ടുവരണം. അപ്പോൾ സൈനു പറഞ്ഞു, അത് നല്ല കാര്യമാണ്. നിൻ്റെ ഉമ്മ ഒരു പാവമാണ്. അവർക്ക് ഇതെല്ലാം കാണാൻ ഒരാഗ്രഹമുണ്ടാവില്ല. അതുകൊണ്ട് ഉമ്മാനോട് കൂടി വരാൻ പറഞ്ഞോ എന്നെല്ലാം പറഞ്ഞു. ഫോൺ വെച്ച ശേഷം അവൾ ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ പിന്നിൽ സെൽമു നിൽപ്പുണ്ട്, ഊരക്കും കൈ കൊടുത്ത്. അങ്ങനെ അത് ഉറപ്പിച്ചു അല്ലേ? അവർ വരാമെന്ന് പറഞ്ഞു അല്ലേ എന്നെല്ലാം പറഞ്ഞു. അതെ സെൽമു മേമ, എന്തായാലും നാളെ അവർ വരുമ്പോൾ എന്തെങ്കിലുമെല്ലാം ഉണ്ടാക്കണം. ഇനി നമുക്ക് ഉപ്പപ്പാനോടും ഉമ്മമ്മാനോടും പറയാമല്ലേ എന്നെല്ലാം പറഞ്ഞു. പിന്നെ ഒരു കാര്യം, അതിനുള്ള പൈസയെല്ലാം ഞാൻ എടുക്കും കേട്ടോ. എനിക്ക് അത്യാവശ്യം ശമ്പളമുണ്ടല്ലോ. ഇവിടെ ഉമ്മമ്മാൻ്റെ അടുത്തും ഉപ്പപ്പാൻ്റെ അടുത്തും അതിനത്രയും പൈസയൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇനി അതിൻ്റെ കാര്യം ഞാൻ ചെയ്യും കേട്ടോ എന്നെല്ലാം പറഞ്ഞു. ഇത് കേട്ടത് സെൽമു പറഞ്ഞു, അതൊന്നും വേണ്ട. പിന്നെ നീ ഇവിടുത്തെ പേരക്കുട്ടിയാണ്. അപ്പോൾ നിനക്ക് ഒരു കല്യാണം ആലോചന വരുമ്പോൾ, അതിനെന്തെങ്കിലും ഒരു ചിലവ് വരുമ്പോൾ അത് നീ എടുക്കുന്നത് ശരിയല്ല എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, അതെ സെൽമു മേമ, എന്തിനാണ് ഈ ഫോർമാലിറ്റി എല്ലാം നോക്കുന്നത്? എനിക്ക് അത്യാവശ്യം നല്ല സാലറി ഉണ്ട്. പിന്നെ ഉമ്മമാക്കും ഉപ്പപ്പാക്കും ഈ വയസ്സാം കാലത്ത് കിട്ടുന്ന വാർദ്ധക്യ പെൻഷനും അതുപോലെ തന്നെ നമ്മളെല്ലാം എന്തെങ്കിലും ഇടയ്ക്ക് കൊടുക്കുന്ന സഹായം, അങ്ങനെ എന്തെങ്കിലുമുള്ള പൈസയുള്ളൂ അവരുടെ കയ്യിൽ. വെറുതെ എന്തിനാണ് അത് ചിലവാക്കിപ്പിക്കുന്നത്? എൻ്റെ കയ്യിലുണ്ടല്ലോ. അതുകൊണ്ട് അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം ഞാൻ വാങ്ങിക്കോളാം, അതൊന്നും കുഴപ്പമില്ല എന്നെല്ലാം പറഞ്ഞു. പിന്നെ അവളുടെ നിർബന്ധപൂർവ്വം സ്നേഹപൂർവ്വമുള്ള ആ ഒരു സംസാരം കേട്ടപ്പോൾ സെൽമുവിന് മറുത്തൊന്നും പറയാൻ തോന്നിയില്ല. ശരിയാണ്, അവർക്ക് ഇപ്പോൾ അവരുടെ തൊടിയിൽ നിന്ന് കിട്ടുന്ന വല്ല തേങ്ങയോ ചക്കയോ മാങ്ങയോ അങ്ങനെയുള്ള സാധനങ്ങളും, അതുപോലെ തന്നെ അവർക്ക് കിട്ടുന്ന വാർദ്ധക്യ പെൻഷനും, പിന്നെ ഇടയ്ക്കൊക്കെ തങ്ങളെല്ലാം വരുമ്പോൾ സ്നേഹപൂർവ്വം കൊടുക്കുന്ന പൈസയും, അങ്ങനെയുള്ള സംഭവങ്ങൾ എല്ലാം മാത്രമാണ് അവരുടെ കയ്യിലുള്ളൊരു സമ്പാദ്യം. അധികമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ പിന്നെ ഇപ്പോൾ അത്യാവശ്യം ആമയുടെ കയ്യിൽ നല്ല പൈസയുണ്ട്. അതുകൊണ്ട് പിന്നെ അവൾ സ്നേഹപൂർവ്വം നിർബന്ധിച്ചപ്പോൾ സെൽമുവിന് മറുത്തൊന്നും പറയാൻ തോന്നിയില്ല. അങ്ങനെ കാര്യങ്ങളെല്ലാം അറിഞ്ഞു. ഉപ്പപ്പാക്കും ഉമ്മമാക്കും സന്തോഷമായി.
അവർ പറഞ്ഞു, അൽഹംദുലില്ലാ, അങ്ങനെ ഞങ്ങളുടെ പൊന്നുമോൾക്കെങ്കിലും അതിനുള്ള ഒരു ഭാഗ്യം കിട്ടിയല്ലോ. സ്വത്തൂസിൻ്റെയും പൊന്നൂസിൻ്റെയും കാര്യം ആലോചിക്കുമ്പോൾ തന്നെ മനസ്സിൽ ഒരു നീറ്റലാണ്. ഒന്നാമത് പ്രായമായ ആളുകൾ കല്യാണം കഴിച്ചു. വീട്ടിലും ഭർത്താക്കന്മാരും സ്നേഹമൊന്നുമില്ല. അതാലോചിക്കുമ്പോൾ എന്നും മനസ്സിലൊരു നീറ്റലാണ്. നിന്റെ കാര്യവും അങ്ങനെയാകുമോ എന്നാലോചിച്ച് ബേജാറായിരുന്നു. നിന്റെ ഉമ്മാൻ്റെ കാര്യം പാവമാണ്. അമീർ മോനാണെങ്കിൽ ഉമ്മാനോടൊരു സ്നേഹവുമില്ല. നിങ്ങൾ 3 പെൺമക്കളാണ് ഉമ്മാനോട് സ്നേഹമുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു നല്ല കാലം വന്നാൽ മാത്രമേ എൻ്റെ മോളുടെ മനസ്സ് നിറയൂ. മക്കൾക്ക് അമീർ അങ്ങനെയൊക്കെ ആണെങ്കിലും അവനും എന്തെങ്കിലും ഒരു വിഷമം വന്നാൽ അവൾ ഇവിടെ വരുമ്പോൾ പറയും. അവന് ജോലിയാകുവോളം അവൾക്ക് സമാധാനക്കേടായിരുന്നു. അതുകൊണ്ട് തന്നെ പൊന്നുമോളെ, നിനക്കെങ്കിലും നല്ലൊരു ജീവിതം കിട്ടിയെന്നറിയുന്നതിൽ ഉപ്പപ്പാക്കും അമ്മാക്കും സന്തോഷം. എന്നാൽ ഞാൻ പോയിട്ട് എന്തൊക്കെ വേണ്ടതെന്ന് വെച്ചാൽ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി താ മോളെ, ഞാൻ പോയി എല്ലാം വാങ്ങിച്ചു കൊണ്ടുവരാം എന്നെല്ലാം പറഞ്ഞു. അങ്ങനെ സൽമുവും അതുപോലെ തന്നെ ആമിയും കൂടി ബിരിയാണിക്കും ചിക്കനും അതുപോലെ തന്നെ പായസമെല്ലാം ഉണ്ടാക്കാനുള്ള സാധനങ്ങളെല്ലാം വാങ്ങി ലിസ്റ്റും എഴുതി കൊടുത്തു. അതിൻ്റെ കൂടെ ആമി 1500 രൂപയും ഉപ്പപ്പാൻ്റെ കയ്യിൽ വെച്ച് കൊടുത്തു. അത് കൊടുത്തപ്പോൾ അദ്ദേഹം സ്നേഹപൂർവ്വം തിരിച്ചു കൊടുത്തു. വേണ്ട മോളെ, നീ ഇവിടെ നിൽക്കുമ്പോൾ ഞങ്ങളുടെ കടമയാണ്. ഇതിന് ഉപ്പപ്പ പൈസ വാങ്ങിക്കഴിഞ്ഞാൽ അത് ഉപ്പപ്പാക്ക് സങ്കടമാവും. നീ ഞങ്ങളുടെ മോളല്ലേ, അതുകൊണ്ട് തന്നെ ഇത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞു. എന്നാൽ ആമി അത് സ്നേഹപൂർവ്വം ഉപ്പപ്പാൻ്റെ പോക്കറ്റിൽ തന്നെ വെച്ച് കൊടുക്കുകയായിരുന്നു. അവൾ പറഞ്ഞു, ഉപ്പപ്പ, നിങ്ങളൊരു കാര്യം ചെയ്യ്, ആ പൈസയും കൂടി ചേർത്ത് എൻ്റെ കല്യാണത്തിന് നല്ലൊരു തുക തന്നളി. നല്ല കനത്തിൽ തന്നെ ഒരു സ്വർണ്ണമാല ആയിക്കോട്ടെ, അതിക്ക് ഈ പൈസ കൂട്ടി വെച്ചളി എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവൾ പൊട്ടിച്ചിരിച്ചു. അത് കേട്ടതും അദ്ദേഹം പറഞ്ഞു, അത് ഞങ്ങൾ തരും, ഞങ്ങളുടെ പേരക്കുട്ടിയുടെ കല്യാണമല്ലേ, അതുകൊണ്ട് ഞങ്ങൾ തരും എന്നെല്ലാം പറഞ്ഞു. അത് കേട്ടതും ആമി പറഞ്ഞു, ഒന്നും വേണ്ട ഉപ്പപ്പ, നിങ്ങളുടെ ഈ സ്നേഹം മതി. നിങ്ങളുടെ കയ്യിൽ എവിടുന്ന പൈസ? നിങ്ങൾക്ക് കിട്ടുന്ന വാർദ്ധക്യ പെൻഷനും അതുപോലെ തന്നെ ഞങ്ങളൊക്കെ ഇടയ്ക്ക് തരുന്ന എന്തെങ്കിലും പൈസയും അല്ലേ ഉള്ളൂ ഉപ്പപ്പാൻ്റെ കയ്യിലും ഉമ്മാൻ്റെ കയ്യിലും. അതവിടെ തന്നെ ഇരിക്കട്ടെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ. പിന്നെ ഇനി ഈ കാര്യം പറഞ്ഞ് ഇങ്ങനെ വിഷമിക്കേണ്ട കേട്ടോ എന്നെല്ലാം പറഞ്ഞു. അദ്ദേഹം അപ്പോൾ സന്തോഷത്തോടു കൂടി, എന്നാൽ ഞാൻ പോയി വരാം മക്കളെ എന്നെല്ലാം പറഞ്ഞു. അവൾ പറഞ്ഞു, ഉപ്പപ്പ, ഇനി അധികം എന്തെങ്കിലും പൈസയാവുകയാണെങ്കിൽ എന്നെ വിളിച്ചാൽ മതി കേട്ടോ. ഇനി ഉപ്പപ്പാൻ്റെ കയ്യിൽ നിന്ന് അത് എടുക്കരുത്. അപ്പോൾ ഞാൻ ഗൂഗിൾ പേ ചെയ്യാം. ഉപ്പപ്പാൻ്റെ ഫോൺ വാട്സപ്പിൽ അവരുടെ QR കോഡ് എനിക്ക് വിട്ടു തന്നാൽ മതി. അതിനുള്ള സാധനങ്ങൾ തന്നെ ഉള്ളൂ മിക്കവാറും ആവുകയുണ്ടാവുക. അതുകൊണ്ട് ഇനി എന്തെങ്കിലും കൂടുതൽ വന്നാൽ അങ്ങനെ ചെയ്താൽ മതി. ഉപ്പപ്പ കയ്യിൽ നിന്ന് എടുത്തു കൊടുക്കരുത് കേട്ടോ എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ശരി മോളെ, അങ്ങനെ ചെയ്യാമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് അദ്ദേഹം സാധനങ്ങൾ വാങ്ങാനായി അവിടെ നിന്നും ഇറങ്ങി. അങ്ങനെ വിവരങ്ങൾ പറയാനായി ആമി റസിയാനെ ഫോണിൽ വിളിച്ചു. അസ്സലാമു അലൈക്കും ഉമ്മച്ചി എന്നവൾ പറഞ്ഞു. വഅലൈക്കും അസ്സലാം മോളെ എന്ന് റസിയ സലാം അടക്കി. റസിയാൻ്റെ സൗണ്ട് കേട്ടപ്പോൾ തന്നെ ആമിക്ക് മനസ്സിലായി തലേ ദിവസം ഉറങ്ങാതെയുള്ള ഉറക്കച്ചവടയോടെയുള്ള സംസാരമാണെന്ന്. അവൾ ചോദിച്ചു, എന്തുണ്ട് ഉമ്മച്ചിയെ വിശേഷങ്ങൾ? ഉമ്മച്ചി സുഖമായിരിക്കുന്നു എന്ന് ചോദിച്ചു. റസിയ പറഞ്ഞു, മോളെ, ഉമ്മ സുഖമായിരിക്കുന്നു. എന്താണ് അവിടുത്തെ വിശേഷം? ഉപ്പപ്പയും ഉമ്മമ്മയും സെൽമും മേമയും എല്ലാം എന്ത് പറയുന്നു? എല്ലാവരും സുഖമല്ലേ എന്ന് ചോദിച്ചു. അവൾ പറഞ്ഞു, എല്ലാവരും സുഖമായിരിക്കുന്നു ഉമ്മച്ചി എന്ന് പറഞ്ഞു. അപ്പോൾ റസി ചോദിച്ചു, ഉമ്മമ്മാൻ്റെ കാൽമുട്ട് വേദനയും ഊരവേദനയും എല്ലാം എങ്ങനെയുണ്ട്? കുറവുണ്ടോ എന്നെല്ലാം ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, ഇപ്പോൾ ഈ തണുപ്പിൻ്റെ ചെറുതായിട്ട് കൂടുതലുണ്ട്. പിന്നെ വൈദ്യരെ കണ്ടപ്പോൾ തൈലവും അതുപോലെ തന്നെ കഴിക്കാൻ മരുന്നുമെല്ലാം എഴുതി കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇന്നലെ ഉമ്മമ്മക്ക് കാലിലും ഉരയിലുമെല്ലാം തൈലമെല്ലാം തേച്ച് ചൂടുവെള്ളമൊക്കെ പൊടിപ്പിച്ച് കൊടുത്തു. അപ്പോൾ നല്ല ഭേദമുണ്ട് എന്ന് ഉമ്മമ്മ പറഞ്ഞു എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ റസി പറഞ്ഞു, അത് തന്നെയാണ് നീ അങ്ങോട്ട് ചെന്നാലുള്ള എൻ്റെ ആശ്വാസം. ഉമ്മാനെയും ഉപ്പാനെയും നീ പൊന്നു പോലെ നോക്കുമെന്നെല്ലാം അറിയാം. ഇപ്പോൾ തൽക്കാലം സെൽമവും ഉണ്ടല്ലോ,
അവൾ പോയാലാണ് ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും കഷ്ടം. അതുകൊണ്ട് തന്നെ നീ അവിടെയുള്ളത് ഒരു ആശ്വാസമാണ്. പിന്നെ എന്തെല്ലാമുണ്ട് വിശേഷങ്ങൾ എന്ന് ചോദിച്ചു. അപ്പോൾ ആമി പറഞ്ഞു, ഉമ്മച്ചി ഇന്നലെ ഉറങ്ങിയിട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ? ഞാനില്ലാത്തത് കൊണ്ട് ഉമ്മാൻ്റെ സൗണ്ട് കേട്ടാൽ അറിയാമെന്നെല്ലാം പറഞ്ഞു. അപ്പോൾ റസിയ പറഞ്ഞു, മോളില്ലാതെ ഉമ്മ ആദ്യമായിട്ടല്ലേ ഒറ്റയ്ക്ക് കിടക്കുന്നത്. പിന്നെ നിനക്കവിടെ സെൽമോവെങ്കിലും ഉണ്ട് ഒന്ന് അടുത്ത് കിടക്കാൻ. എനിക്കിവിടെ ആരാണുള്ളത്? ഞാൻ തനിച്ചല്ലേ കിടന്നത്. അതുകൊണ്ട് ഇന്നലെ നീ അടുത്തില്ലാത്തത് കൊണ്ട് ഞാൻ തീരെ ഉറങ്ങില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആമി പറഞ്ഞു, ഇതാണ് കോലമെങ്കിൽ ഞാൻ ഇന്ന് തന്നെ അങ്ങോട്ട് തിരിച്ചു വരും കേട്ടോ. ഇനി നന്നായിട്ട് ഉമ്മ ഉറങ്ങിയിട്ടില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് തന്നെ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ റസിയ പറഞ്ഞു, മോളെ ഇന്നലെ നീ പോയി ആദ്യ ദിവസമല്ലേ, അതുകൊണ്ട് ഉമ്മാക്ക് ബുദ്ധിമുട്ടായിരുന്നു ഉറങ്ങാൻ. ഇന്ന് ഞാൻ ഉറങ്ങാം, നീ അവിടെ തന്നെ കുറച്ചുകൂടി നിന്നോ, ഉമ്മമാക്കും ഉപ്പപ്പാക്കും ഒരു സഹായമാവും, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞു. എന്നിട്ട് അവൾ പറഞ്ഞു, ഞാനിപ്പോൾ ഒരു കാര്യം പറയാനാണ് വിളിച്ചത്. അപ്പോൾ റസിയ ചോദിച്ചു, എന്താണ്? അപ്പോൾ അവൾ പറഞ്ഞു, ഉമ്മച്ചിൻ്റെ മോൾക്ക് ഒരു നല്ല കാലം വരാൻ പോകുന്നു. പിന്നെ അന്ന് നമ്മളെ വീട്ടിൽ വന്നിരുന്നില്ലേ ഞങ്ങളുടെ സാറ്, അദ്ദേഹവും ഉമ്മയും ഉപ്പയും നാളെ എന്നെ പെണ്ണ് കാണാൻ വരുന്നുണ്ട്. അപ്പോൾ ഉമ്മച്ചിയും ഇവിടെ വേണമെന്നാണ് ഞങ്ങളുടെ എല്ലാം ആഗ്രഹം എന്ന് പറഞ്ഞു. ഇത് കേട്ടതും റസിയാക്ക് സ്വന്തം കാതുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവൾ അൽഹംദുലില്ലാ എന്ന അല്ലാഹുവിനെ സ്തുതിച്ചു. കാരണം തൻ്റെ മറ്റു 2 മക്കൾക്കും വന്ന കല്യാണാലോചനയിൽ തന്നെ റസിയ തൃപ്തയായിരുന്നില്ല. അവൾക്ക് ആ കാര്യത്തിൽ എന്നും സങ്കടമായിരുന്നു. ആമിക്കെങ്കിലും നല്ല കാലം വരും എന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു. കാരണം ആമി എന്ന് പറഞ്ഞാൽ അത്രയും പാവം പെൺകുട്ടിയാണ്. തന്നെ പൊന്നുപോലെ നോക്കുന്നവളാണ്. ഉമ്മാൻ്റെയും അതുപോലെ തന്നെ ഉപ്പാൻ്റെയും എല്ലാവരുടെയും പൊരുത്തം നേടാൻ ശ്രമിക്കുന്നവളാണ്. ഉപ്പ അവളെ വെറുക്കുമെങ്കിലും എന്നും ഉപ്പാനെ അവൾ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവൾക്ക് നല്ലതേ വരുമെന്ന് അവൾ എപ്പോഴും ചിന്തിച്ചിരുന്നു. അപ്പോൾ റസിയ പറഞ്ഞു, അൽഹംദുലില്ലാ, പഠിച്ചവനെ സ്തുതി. എൻ്റെ പൊന്നുമോക്കെങ്കിലും നീ അങ്ങനെ ഒരു ഭാഗ്യം കൊടുത്തല്ലോ. എൻ്റെ മറ്റു മക്കളുടെ കാര്യത്തിൽ തന്നെ എനിക്ക് സങ്കടമാണ്. എൻ്റെ മോൾക്കെങ്കിലും നല്ല കാലം വന്നല്ലോ എന്നെല്ലാം പറഞ്ഞു. അവൾ പറഞ്ഞു. എങ്കിലും അവൾ വേവലാതിയോടെ പറഞ്ഞു, നാളെ ഇപ്പോൾ എന്ത് പറഞ്ഞാണ് മോളെ ഉമ്മ ഇവിടെ നിന്ന് ഇറങ്ങുക എന്ന് ചോദിച്ചു. അപ്പോൾ ആമി പറഞ്ഞു, എന്തെങ്കിലും പറഞ്ഞ് ഒന്ന് ഇറങ്ങും ഉമ്മ. ഉപ്പപ്പാക്കും ഉമ്മമാക്കും എന്തെങ്കിലും ഹോസ്പിറ്റലിൽ പോകണമെന്നോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ അവിടെ പറയും. ഉമ്മമാക്കും ഉപ്പപ്പാക്കും നിങ്ങളെ കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ പറയുക എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ റസിയ പറഞ്ഞു, മറ്റെന്ത് പറഞ്ഞാലും ഇവിടെ നിന്ന് തന്നെ വീടില്ല. ഉമ്മാക്കും ഉപ്പാക്കും എന്തെങ്കിലും അസുഖമോ അങ്ങനെയുള്ള സമയത്ത് മാത്രമേ ഇവിടെ നിന്ന് പറഞ്ഞേക്കുകയുള്ളൂ. ആ കാര്യം പറയുന്നത് ആലോചിച്ചപ്പോൾ അവൾക്ക് മനസ്സിൽ വിഷമവും തോന്നി. ഉമ്മാക്കും ഉപ്പാക്കും അസുഖമാണെന്ന് കള്ളം പറഞ്ഞ് എങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങും? പക്ഷെ പിന്നീട് അവൾക്ക് മനസ്സിലായി, ഉമ്മാക്ക് ഉരവേദനയും കാൽവേദനയും ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ അത് കള്ളമാവുന്നില്ല. അതുകൊണ്ട് ഉമ്മാക്ക് സുഖമില്ല, ഒന്ന് പോയി വരാം എന്ന് പറഞ്ഞ് ഇറങ്ങാം. അല്ലാതെ ഇപ്പോൾ എന്ത് ചെയ്യാനാ? അല്ലാതെ ഇവിടെ നിന്ന് തന്നെ വീടില്ല. തൻ്റെ പൊന്നു മോൾക്ക് അങ്ങനെ ഒരു ഭാഗ്യം വരുന്നത് എന്തായാലും തനിക്ക് കണ്ടേ പറ്റൂ. അതുകൊണ്ട് ഏതായാലും അത് കള്ളമാവുകയുമില്ല. ഉമ്മാക്ക് സുഖമില്ല എന്ന് പറയാം. ഉമ്മാക്ക് ഏതായാലും കാൽമുട്ട് വേദനയും ഊരവേദനയും എല്ലാം ഉള്ളതല്ലേ. അതുകൊണ്ട് അത് പറഞ്ഞ് തന്നെ അവിടെ നിന്ന് ഇറങ്ങാം എന്ന് തീരുമാനിച്ചു. അവൾ പറഞ്ഞു, എന്നാൽ മോളെ ഞാൻ എങ്ങനെയെങ്കിലും നാളെ വരാൻ നോക്കാം. എൻ്റെ ഫോൺ വെച്ചു എന്നെല്ലാം പറഞ്ഞ് അവർ 2 പേരും ഫോൺ വെച്ചു.